വന്നേ. വിടാൻ. എന്തൊക്കെ ഭ്രാന്ത നീ കാണിക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? മമ്മി ചെയ്തതുപോലെ അവൾക്ക് ആശംസകളൊക്കെ നേർന്ന് മുറി പോയി കിടന്ന് ഉറങ്ങണോ? മോളെ, സിറ്റുവേഷൻ മനസ്സിലാക്കാതെ നീ സംസാരിക്കരുത്. നവീനെ അവളെ ഒരു മുറിയിൽ അടച്ചിട്ട് എന്ത് സിറ്റുവേഷനെ കുറിച്ചാ മമ്മി പറയുന്നത്? ഗാഥ മാഡം, മാം ഇതിനിടെ കിടന്ന് എന്തുമാത്രം ഒരുക്കുന്നുണ്ടെന്ന് ഗാഥ മാഡം എന്താ മനസ്സിലാക്കാത്തെ? സിനി ചേച്ചി, എനിക്ക് മനസ്സിലാവില്ല. എന്റെ നവീനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം നിങ്ങളിൽ ആര് പറഞ്ഞാലും അതിന്റെ ന്യായം വലുതായാലും എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ, കുറച്ച് നേരം കൂടി ഒന്ന് ക്ഷമിക്കാവോ? ആ നവീന്റെ കയ്യില് ആ മരുന്നൊന്ന് വെച്ച് കഴിയട്ടെ. ഇപ്പൊ നീ കാരണമാണ് നവീന്റെ കയ്യിൽ അങ്ങനെ ഒരു മുറിവ് സംഭവിച്ചത് തന്നെ. ഈ നിലയ്ക്കാണ് നിന്റെ നീക്കമെന്നുണ്ടെങ്കിൽ നീ കാരണം ആരുടെയെങ്കിലും ജീവൻ വരെ പോവും. സാധ്യതയുണ്ട്. ആ നഷ്ടപ്പെടുന്ന ജീവൻ അവളുടേതായിരിക്കും, കൃഷ്ണയുടെ. കൈമുറിയുന്നത് ഇത്രയ്ക്ക് സന്തോഷമുള്ള കാര്യമാണോ? താനടുത്തിരുന്ന് ഇങ്ങനെ ശുശ്രൂഷിക്കുമ്പോ കൈ മുറിഞ്ഞാലും സന്തോഷം തോന്നും. വേദന മറികടക്കാൻ ഇങ്ങനെ ചില കഥകളൊക്കെ നല്ലതാ. ആര് പറഞ്ഞു കഥയാണെന്ന്? ഇതെന്റെ വിശ്വാസമാണ്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അവകാശമില്ലേ? താൻ തന്റെ നാഗദൈവങ്ങളെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ടു നടക്കുന്ന പോലെ. ശരി, വിശ്വസിച്ചോ, അതിനെന്താ?